ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഡോഗ് ഷെൽട്ടറിൻ്റെ ഫ്രണ്ട് ഗേറ്റാണിത്. ഇതിൽ നിറച്ച് നിങ്ങൾക്ക് കാണാം പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറായ വൃത്തിയുടെ പോലെ തോന്നും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് പഞ്ചായത്തിലുള്ള ഹരിതകർമ്മസേനക്കാർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുന്ന പൊട്ടിക്കുന്ന പാക്കറ്റ് ട്രൈ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ച് കൊടുക്കും. പക്ഷെ നമ്മൾ ഹോട്ടൽ ഫുഡ് വാങ്ങുന്ന ഇതുപോലെയുള്ള കവറ്, അതുപോലെ തന്നെ കറികളൊക്കെ തരുന്നത് ഇതുപോലത്തെ കവറ്, മീൻ വാങ്ങുന്ന ഈ 50 പൈസ പെറ്റിക്കോട്ട് കവറ്, ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് ഉണക്കി അവർക്ക് കൊടുക്കാനുള്ള ഒരു സമയക്കുറവും മടിയും കാരണം നമ്മളെല്ലാം അത് കത്തിക്കുകയോ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ മീൻ വാങ്ങുന്നവർ മീനിൻ്റെ മണമുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ കാണാതെ പൂച്ചകളൊക്കെ എടുത്തുകൊണ്ട് പോകും. അവരെ വായിൽ നിന്നും പട്ടിയുടെ വായിൽ നിന്നൊക്കെ ഞാൻ പിടിച്ചു വാങ്ങിച്ചിട്ടാണ് കഴുകി. ഇതുപോലുള്ള ഗ്രില്ലുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന സോപ്പ് വെള്ളം, അത് കളയുന്ന വെള്ളം നമ്മളൊരു ബേസിൽ ശേഖരിച്ചിട്ട് അതിനകത്തിട്ട് ഈ കവറുകളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഇതുപോലെ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഗ്രില്ലിലോ എന്തെങ്കിലും ഒരു കമ്പിയിലോ ജനലിലോ ഒക്കെ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ തന്നെ ഇതിലെ വെള്ളമെല്ലാം വാർന്നു. ഇത് ഡ്രൈ ആയി കഴിയുമ്പം അതിൻ്റെ മറുവശം മറിച്ചിട്ട് കൊടുക്കണം. ആ സൈഡും ക്ലീൻ ആകുമ്പോൾ ഡ്രൈ ആകുമ്പോൾ നമുക്ക് അതെല്ലാം കളക്ട് ചെയ്ത് ഒരു ചാക്കിൽ, ഇതുപോലെ ഒരു ചാക്കിൻ്റെ അകത്താക്കി വെച്ച് ഇത് ഫുള്ള് ഡ്രൈ ആണ്. ഇതിൻ്റെ അകത്ത് വെറ്റായിട്ടുള്ളൊന്നുമില്ല. ആ ഡ്രൈ ആയിട്ടുള്ളത് ഞാൻ പ്രത്യേകവും വെറ്റായിട്ട് ഉണക്കി എടുത്ത് വെക്കുന്നത് പ്രത്യേകം. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരുമിച്ച് വെക്കാം, അല്ലെങ്കിൽ പ്രത്യേകമാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ നമ്മളിപ്പോൾ ഈ 50 രൂപ കൊടുക്കുന്നു, എല്ലാവരും നേർച്ച പോലെ 50 രൂപ കൊടുക്കുന്നു എന്നല്ലാതെ ആരും ഫുൾ അവരുടെ വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നില്ല. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ വാങ്ങുന്ന എല്ലാ പ്ലാസ്റ്റിക് കവറുകളും അവിടെ എത്തുന്നില്ല. അപ്പോൾ എവിടെ നോക്കിയാലും റോഡ് സൈഡിൽ കുമിഞ്ഞ് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുകയും മാലിന്യങ്ങൾ കൂട്ടി വലിച്ച് നമ്മുടെ മലയാളികളുടെ വിവരമില്ലായ്മ മൊത്തം ആ വേസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തിനാണ് വില കൂടിയ ഡ്രസ്സും വില കൂടിയ വണ്ടിയും വില കൂടിയ വീടും എല്ലാം വെച്ചിട്ട് നമ്മളെ വേസ്റ്റുകൾ കൊണ്ട് കണ്ടവൻ്റെ വിളയെ തള്ളുന്ന നമുക്ക് എന്ത് അന്തസ്സും മാന്യതയാണ് പറയാനിരിക്കുന്നത്? വേറും നാണക്കേടാണ്. ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്യാൻ നോക്കുക. അതിന് ശേഷമാണ് മുകളിലേക്കുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മളെന്തോ നേരെ തിരിച്ച് എല്ലാവരെയും കാണിക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ വീട്ടിലെ ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ ചെയ്യുന്നത്. ഇത്രയും ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന എനിക്കെതിരെ എൻ്റെ അയൽവാസി ഞാൻ പ്ലാസ്റ്റിക് മാലിന്യം അവരെ വീട്ടിൽ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞ് പരാതി പഞ്ചായത്തിൽ കൊടുത്ത ഒരു അനുഭവം കൂടെ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ റോഡിൽ പോകുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചാലോ ഒരു മിഠായി കഴിച്ചാലോ ആ പാക്കറ്റ് തിരിച്ച് എൻ്റെ ബാഗിൻ്റെ അകത്ത് പൊതിഞ്ഞ് വെച്ച് വീട്ടിൽ വന്ന് ഈ വേസ്റ്റിൽ അത് വാഷ് ചെയ്തിടുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മളൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ കിടന്ന് മുറവിളി കൂട്ടുന്നു. പക്ഷെ നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധപൂർവ്വം മറക്കുന്നു. അപ്പോൾ ഒരു നല്ല ദൈവവിശ്വാസി, അത് ഏത് മതക്കാരനോ ആവട്ടെ, അവൻ ചിന്തിക്കേണ്ട കാര്യം, ഒരു നല്ല ദൈവവിശ്വാസി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അവൻ്റെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഒരു ദൈവവിശ്വാസി, യഥാർത്ഥ ഒരു പൗരൻ. ആ ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഇതുപോലെ ചിന്തിച്ചാൽ നമ്മുടെ നാട് എത്ര മനോഹരമായിരിക്കും. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണുക, എന്തു ഭംഗി, ഒരു പ്ലാസ്റ്റിക് കവർ പോലും കാണില്ല. പക്ഷേ നമ്മുടെ കോവളം വന്ന് നോക്കിക്കേ, നമ്മുടെ മലയാളികളുടെ എല്ലാ വിവരമില്ലായ്മയും അവിടെ കാണും. എല്ലാ വേസ്റ്റും വാരി റോഡിൽ തള്ളിയിരിക്കുന്നതും നമ്മുടെ റോഡുകൾ എന്ത് മലിനമാണെന്ന് കോവളം ബീച്ച് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ നിങ്ങളുടെ പ്ലാസ്റ്റിക്കുകളെ നിങ്ങൾ ഒന്ന് വൃത്തിയാക്കി ഹരിതകർമ്മസേനക്കാർക്ക് കൊടുത്താൽ നിങ്ങൾ കൊടുക്കുന്ന 50 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു മൂല്യമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ 50 രൂപ ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. ഇതുപോലെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ നമ്മൾ കൂടി ആ അഴുക്ക ശ്വാസം വലിച്ചു കയറ്റുകയാണ്. ദയവേത് ആരും അങ്ങനെ ചെയ്യരുതേ.